മക്കളെ, ഈ ത്വക്കിലെ ഗ്രാഹികൾ എന്നത് ത്വക്കിൽ ഉള്ള സ്പർശനം, താപനില, വേദന, മറ്റ് ഉത്തേജനങ്ങൾ എന്നിവ അറിയാൻ സഹായിക്കുന്ന നാഡീ അന്തിമ അവയവമാണ് ഇവ. ത്വക്കിന്റെ വിവിധ പാളികളിൽ ഇവ സ്ഥിതി ചെയ്യുന്നു. എന്താണ്? ത്വക്കിലുള്ള സ്പർശനം, താപനില, വേദന, മറ്റ് ഉത്തേജനങ്ങൾ എന്നിവ അറിയാൻ സഹായിക്കുന്ന നാഡീ അന്തിമ അവയവമാണ് ഇവ. ത്വക്കിന്റെ വിവിധ പാളികളിൽ ഇവ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഗ്രാഹികൾ ഏതൊക്കെയാണെന്നും അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. തന്ത്രനാഡീയാഗ്രങ്ങൾ. എന്താണ് മക്കളെ ധർമ്മം? വേദന, താപനില മാറ്റങ്ങൾ അല്ലേ? അടുത്തതാണ് മെർക്കൽ ഡിസ്ക്. ഈ മെർക്കൽ ഡിസ്കിന്റെ ധർമ്മം എന്താണ്? സ്പർശനം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം. എന്താണ്? സ്പർശനം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം. അടുത്തത് മേസ്നർ കോർപ്പസലാണ്. അതിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന. വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന. അടുത്ത ഗ്രന്ഥിയാണ് ക്രൗസൻ ബൾബ്. ഇതിൻ്റെ ധർമ്മമാണ് തണുപ്പ്, സ്പർശം. എന്താണ്? തണുപ്പ്, സ്പർശം. അടുത്ത ഗ്രാഹിയാണ് റൂഫിനി ആൻഡ് ഓർഗൻ. അതിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട്. എന്താണ്? തീവ്രമായ സ്പർശം, പിന്നെ സമ്മർദ്ദം, ചൂട്. അടുത്തത് റൂട്ട് ഹെയർ പ്ലെക്സസ്. അതിൻ്റെ ധർമ്മമാണ് രോഗങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു. എന്താണ്? രോഗങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു. പസീനിയൽ കോർപ്പസൽ. അതിൻ്റെ ധർമ്മം എന്നാൽ കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശനം. എന്താണ്? കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശനം. അടുത്തതായി വേദന. ക്ഷതം, മുറിവ്, രോഗാണുബാധ എന്നിവയിലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ് നോസിസെപ്ഷൻ. നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ ത്വക്ക്, പേശികൾ, ആന്തരാവയവങ്ങൾ എന്നിവയിലെമ്പാടും കാണപ്പെടുന്ന നാഡീയാഗ്രങ്ങളാണ്.